ബക്രീദ് കണക്കിലെടുത്ത് KSRTC പ്രഖ്യാപിച്ച പ്രത്യേക സർവീസുകളെ പോലും ബാധിക്കുകയാണ് കാവേരി പ്രശ്നം. അപ്പോൾ വല്ലാതൊരു ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം 8 മണിക്കാണ് ഞങ്ങൾക്ക് ബസ്സൊന്ന് ബുക്ക് ചെയ്ത് കിട്ടിയത്. അത് പോകുമല്ലെന്ന് ഇപ്പോൾ നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ വല്ലാതൊരു വിഷമത്തിലാണ്. തിങ്കളാഴ്ച മുതലാണ് പ്രശ്നം രൂക്ഷമായപ്പോൾ KSRTC ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചത്. 3 ദിവസമായി സർവീസുകൾ മുടങ്ങുന്നു. പ്രതിദിന നഷ്ടം 1.5 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ. ഇന്നലെ തന്നെ 18ഓളം സർവീസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അത് നിമിത്തം KSRTCക്ക് ചുരുങ്ങിയത് 1.5 to 2 ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. അതേപോലെ ഇന്നും അതേപോലെ 18ൽ കുറയാത്ത സർവീസുകൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെയും എന്താണ് സ്ഥിതി എന്നിപ്പോൾ പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. കർണാടകത്തിലെ വിവിധ സംഘടനകൾ ചേർന്ന് ആഹ്വാനം ചെയ്ത വെള്ളിയാഴ്ചത്തെ സംസ്ഥാന ബന്ധും KSRTC സർവീസുകളെ ബാധിക്കുമെന്നുറപ്പായി. വൈകിട്ട് 6 മണിക്കു ശേഷം പ്രശ്നങ്ങളില്ലെങ്കിൽ സർവീസ് നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് KSRTC. മാണ്ഡ്യ, മൈസൂരു എന്നിവിടങ്ങളിൽ ഇപ്പോഴും കാവേരി പ്രശ്നത്തിൽ ബഹുജന പ്രക്ഷോഭം തുടരുകയാണ്. വിനോദ് മൊറാഴയ്ക്കൊപ്പം നദീറ അജ്മൽ, മാതൃഭൂമി ന്യൂസ്.